ഹലോ ഹായ് വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇമ്മ്യൂണോളജി എന്നാണ്. ഇമ്മ്യൂണോളജിയിലെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, എന്താണ് ഇമ്മ്യൂണിറ്റി, എന്താണ് ഇമ്മ്യൂൺ റെസ്പോൺസ്, എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം, എന്താണ് ഇമ്മ്യൂണോളജി. ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ഇഷ്ടംമാതിരി എന്തുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. എന്താ ഈ മൈക്രോ ഓർഗാനിസംസ്? നമ്മുടെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അവരെന്താണ്, മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ആരൊക്കെയാണ് അതിൽ വരുന്നത്? ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗി ഉണ്ട്, പ്രോട്ടോസോവൻസ് ഉണ്ട്, ആൽഗെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? മൈക്രോ ഓർഗാനിസംസിന് എക്സാമ്പിളാണ്. ഓക്കെ, കുറേ മൈക്രോ ഓർഗാനിസംസ് എന്താണ്, നമുക്ക് ബെനിഫിഷ്യലാണ്, നമുക്ക് ഹാംലെസ് ആണ്. ഓക്കെ, നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാത്തോജൻസ് എന്ന് പറയുന്നത്. എന്താണ് പാത്തോജൻസ്? ഓക്കെ, ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പാത്തോജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ബാക്ടീരിയ, വൈറസ്, ഫംഗി, പ്രോട്ടോസോവൻസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസാണ്? പാത്തോജൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, നമുക്ക് പാത്തോജൻസ് എന്താണ്, മൈക്രോ ഓർഗാനിസംസ് തന്നെയാണ്. അപ്പോൾ എങ്ങനത്തെ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിലേക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത് മൈക്രോ ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാത്തോജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഒരു കൺക്ലൂഷനായിട്ട് ഇങ്ങനെ പറയാം, എല്ലാ പാത്തോജൻസും എന്താണ്, മൈക്രോ ഓർഗാനിസംസ് ആണ്. പക്ഷേങ്കിൽ എല്ലാ മൈക്രോ ഓർഗാനിസംസും എന്തല്ല, പാത്തോജൻസ് അല്ല. ക്ലിയർ ആണല്ലോ? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. എല്ലാ പാത്തോജൻസും മൈക്രോ ഓർഗാനിസംസ് ആണ്. എല്ലാ പാത്തോജൻസും മൈക്രോ ഓർഗാനിസമാണ്. പക്ഷേ എല്ലാ മൈക്രോ ഓർഗാനിസംസും എന്തല്ല, പാത്തോജൻസ് അല്ല. കുറേ മൈക്രോ ഓർഗാനിസം എന്താണ്, നമുക്ക് ഹാംലെസ് ആണ്, അവർ ബെനിഫിഷ്യലാണ്. പക്ഷേ നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള, നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാത്തോജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായല്ലോ, എന്താണ് ഈ മൈക്രോ ഓർഗാനിസംസും എന്താണ് പാത്തോജൻസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഇഷ്ടമാതിരി മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അത് നമുക്ക് മാറ്റിയിട്ട് പാത്തോജൻസ് എന്നാക്കാം. നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് വന്നിട്ട് നമുക്ക് എന്താ ഡിസീസ് കോസ് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, നമ്മുടെ ചുറ്റുപാടും ഇഷ്ടമാതിരി എന്തുണ്ട്, പാത്തോജൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്താണ്, എങ്ങനെയെങ്കിലും നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണം, എന്നിട്ട് അവിടെ വളരുക, എന്നിട്ട് നമുക്ക് നമ്മുടെ മെഷീനറീസ് ഉപയോഗിച്ച് അവർ അവിടെ ജീവിക്കുക. അതാണ് അവരുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. പക്ഷേങ്കിൽ നമ്മുടെ നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. അവരുടെ ഫങ്ഷൻ എന്താണ്, ഇങ്ങനെ വരുന്ന പാത്തോജൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഓക്കെ, കണ്ടുപിടിക്കുക, പിന്നെ അവരെ കൊല്ലുക, ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക. ഇതാണ് ആരുടെ ഫങ്ഷൻ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമുക്ക് ഡെയിലി നമ്മുടെ ഓരോ സമയത്തും ഡെയിലി എല്ലാ ടൈമിലും ഇഷ്ടമാതിരി പാത്തോജൻസിനെ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന വെച്ചാൽ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ എല്ലാ ആൾക്കാരും നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഇവരെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ ബോഡി അവരെ കൊന്ന് കില്ല് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് അതിനെ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ മൈക്രോ ഓർഗാനിസംസ് എല്ലാം നമ്മുടെ പാത്തോജൻസ്, ഡിസീസ് കോസിങ് ആയ മൈക്രോ ഓർഗാനിസംസിനാണ് നമ്മൾ പാത്തോജൻസ് എന്ന് പറയുന്നത്. ഇവരെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്? നമ്മുടെ എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിലെത്തും. അതുകൂടാണ്ട് കുറേ മാർഗ്ഗങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെത്തുന്നുണ്ട്.